ഇത് തുറന്നിട്ട് ഇത് പുറത്തോട്ടെടുത്ത് ഇങ്ങനെ കാണിച്ചു തരുന്ന പോലെ എനിക്ക് ഇതാ നീ നോക്കിക്കുകയാണ്. നമ്മൾ ഈ ബാഗ് പിടിക്കുന്ന സമയത്ത് നമ്മുടെ കൈ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഫ്രണ്ടിൽ ഒരു ബാഗ് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നമ്മുടെ കൈ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഹലോ ഗൈസ്, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ് ഷിംജിതയുടെയും നമ്മുടെ ദീപകിന്റെയും ഇഷ്യൂ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം നോക്കുകയാണെങ്കിലും യൂട്യൂബ് നോക്കുകയാണെങ്കിലും ഈ ഒരു പ്രശ്നം കൊണ്ട് ഒരുപാട് ചറപറ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ഇനി സംസാരിക്കേണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് കാരണം ഇനി ഉണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളും, അതായത് ലേഡീസ് അനുഭവിക്കാൻ പോകുന്ന കുറച്ച് പ്രശ്നങ്ങളും, അതേപോലെ ഈ KSRTC ബസ്സിൽ എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ശരിക്കും ഒറ്റ നോട്ടിൽ ഞാൻ കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് ശരിക്കും പറഞ്ഞാൽ ദീപകിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന്. അത് കഴിഞ്ഞിട്ട് അശ്വിൻ മടപ്പള്ളിയുടെ ഒരു വീഡിയോ കണ്ട സമയത്താണ് എനിക്കത് മനസ്സിലാവുന്നത്. അതായത് സംഭവം പുള്ളിക്കാരി ഭയങ്കര സ്ലോ മോഷനിൽ വീഡിയോ ഇട്ടേക്കുവാ, അതുകൊണ്ട് നമുക്കത് മനസ്സിലാവാത്ത. അത് മാത്രമല്ല, പുള്ളിക്കാരി അങ്ങോട്ട് കയറി അങ്ങ് മുട്ടുക ചെയ്യുന്നേ. അങ്ങോട്ട് കയറി, അതായത് നീ എന്നെ തട്ടിക്കോ എന്നുള്ള രീതിയിൽ നെഞ്ചും വിരിച്ചു നിന്നിട്ട് അങ്ങോട്ട് കയറി അങ്ങ് മുട്ടുക ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ഈ ഷിംജിതയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു ക്രിമിനൽ മെന്റാലിറ്റി അതിൽ മനസ്സിലാവുന്നത്. ഈ സൈക്കോളജി ഒക്കെ പഠിച്ചിട്ട് ആൾക്കാരെ നല്ല കാര്യത്തിന് ഉപയോഗിക്കാണ്ട് എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ മോശപ്പെടുത്തി തനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു വൃത്തിയുടെ സ്വഭാവം ഉണ്ടല്ലോ. ശരിക്കും ഞാൻ സൈക്കോളജി തന്നെയാണോ പഠിച്ചത്, അല്ലെങ്കിൽ വല്ല ക്രിമിനോളജി ആണോ പഠിച്ചതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഇവള് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് പകുതി സ്പീഡിലാണ് പ്ലേ ചെയ്യുന്നത്. അതായത് റിയൽ ലൈഫിൽ 2 സെക്കൻഡ് നിങ്ങൾക്ക് ആ വീഡിയോയിൽ 4 സെക്കൻഡ് ആയിട്ട് തോന്നും. അതിന്റെ യഥാർത്ഥ സ്പീഡ് കാണണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ 2x പ്ലേ ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഒരു 1-2 സെക്കൻഡിനുള്ളിൽ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് നമുക്ക് ആ വീഡിയോയിൽ കൂടുതലായിട്ട് തോന്നുന്നത്. എന്തായാലും ഇവൾ ആദ്യം ഷെയർ ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നല്ലോ, ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി ലെഫ്റ്റ് സൈഡിൽ നിൽക്കും, ഇവള് റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നത്. അതിനുശേഷമാണ് ഇവള് ലെഫ്റ്റ് സൈഡിലേക്ക് ദീപകിന്റെ അടുത്ത് പോയിട്ട് അയാളെ മനഃപൂർവ്വം മുട്ടാനൊക്കെ ശ്രമിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ആ വീഡിയോയിൽ ഒരു സാധനം പതിഞ്ഞിട്ടുണ്ട്. അതായത് ഈ വ്യക്തിയുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്. അത് ആ വീഡിയോയിൽ വളരെ വ്യക്തമാണല്ലോ, അല്ലെ? ആർക്കും തർക്കമൊന്നുമില്ലല്ലോ. ദീപകിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു മോശം ബിഹേവിയർ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് മാറി നിൽക്കല്ലേ ചെയ്യേണ്ടത്. ഇത് നെഞ്ചും വിരിച്ചങ്ങ് മുമ്പിൽ നിന്നേക്കുവാ, നീ എന്നെ തട്ടിക്കോടാ, നീ എന്നെ മുട്ടിക്കോടാ എന്നുള്ള രീതിയിൽ. ഈ രണ്ടാമത്തെ വീഡിയോ നമുക്ക് പരിശോധിക്കാം. അതായത് സ്ലോ മോഷനിൽ പ്ലേ ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, ഇവളെ ടച്ച് ചെയ്യുന്നതായിട്ട് ഇവള് കാണിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, അതിലാണ് ഞാൻ പറഞ്ഞ ആ ദൈവത്തിന്റെ കൈ പതിഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് ഇവള് റൈറ്റ് സൈഡിൽ നിന്ന് ഇവള് ലെഫ്റ്റ് സൈഡിലേക്ക് പോയിട്ട് അയാളുടെ പിന്നിൽ പോയി നിൽക്കുകയാണ്. അതെന്തായാലും നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ കൈ എവിടെയാണോ, അതായത് നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് ഇവളെ ടച്ച് ചെയ്യുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾക്കും തോന്നിയേക്കാം, അല്ലേ? പക്ഷേ ആ വീഡിയോയുടെ അവസാനത്തെ സെക്കൻഡുകളിൽ ഒരു വിഷ്വൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അയാളുടെ ലെഫ്റ്റ് കൈ, ആ ലെഫ്റ്റ് കൈയും ഒരേപോലെ പൊങ്ങിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുമല്ലേ? മറ്റൊന്നുമായിരുന്നില്ല, അയാളെ ബാഗ് ലിഫ്റ്റ് ചെയ്തതായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ പെണ്ണ് നേരത്തെ കാണിച്ച വീഡിയോ തന്നെ വളരെ വ്യക്തമാണ്. അയാളുടെ ഈ ബാഗ് ഉണ്ട്. ആ ബാഗ് ഒരു മനുഷ്യൻ, എൻ്റെ മൈക്കിളുണ്ട്, അല്ലെങ്കിൽ 2 കൈ വെച്ച് ഞാൻ കാണിച്ചാൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യില്ലേ? നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ബാഗ് എടുക്കുക, കുറച്ച് വെയിറ്റ് ഉള്ള ഒരു ബാഗോ വെയിറ്റ് ഇല്ലാത്തോ എന്ത് വേണമെങ്കിലും എടുക്കുക. അതിങ്ങനെ മുമ്പിൽ പിടിക്കുക, ഒന്ന് നിലത്തോട്ട് ആദ്യം പിടിക്കുക, എന്നിട്ട് കുറച്ച് ലിഫ്റ്റ് ചെയ്യുക. നിങ്ങളുടെ മുട്ട് പുറകോട്ട് പോയിരിക്കും. അത് ആ വീഡിയോയിൽ വളരെ വ്യക്തമാണ്. അവസാനത്തെ മില്ലി സെക്കൻഡിൽ ആ വ്യക്തിയുടെ കൈ, ശരിയാണ്, നമ്മൾ ഈ ബാഗ് പിടിക്കുന്ന സമയത്ത് നമ്മുടെ കൈ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഫ്രണ്ടിൽ ഒരു ബാഗ് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നമ്മുടെ കൈ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ആ ഒരു തിരക്കുള്ള ബസ്സില് ഒന്നാമത് പുള്ളിയുടെ കയ്യിലൊരു ബാഗ് ഉണ്ട്. ആ ബാഗ് പിടിച്ചിട്ട് ഈ പറയുന്നത് പോലെ ദീപകിന് തന്നെ ആവണമെന്നില്ല, ഒരു ലേഡി ഇതേപോലെ ഒരു ബാഗ് പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ആ സമയത്ത് നമ്മൾ സൈഡിൽ പോയി നിന്നാലും നമ്മുടെ കൈ താനേ മുട്ടിപ്പോവും. അതിപ്പോ ദീപകിന്റെ കൈ തന്നെ അവന് തട്ടണം എന്നില്ല. ആരുടെ കൈയാണെങ്കിലും ഇങ്ങനെ വെച്ചിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് മുൻപോട്ട് പോയി നിന്ന് കഴിഞ്ഞാൽ മുട്ടും. അതുമല്ല, ഈ വീഡിയോ എടുത്തതിന് ശേഷം അവളുടെ ഒരു സന്തോഷമുണ്ട്. അതായത് മുഖത്ത് ഭയങ്കര എന്തോ ഒരു കാര്യം, വലിയൊരു കാര്യം അച്ചീവ് ചെയ്തത് പോലൊരു ഭയങ്കര ഒരു സന്തോഷം കാണാം. അതായത് ഒരു ക്രിമിനൽ മൈൻഡ്, ഒരു ക്രിമിനൽ ചിരിക്കുന്ന ആ ഒരു ചിരി കാണാം അവളുടെ മുഖത്ത്. ഈ വീഡിയോയില് വ്യക്തമാണ്. അതായത് ആ ഒരു മുട്ടുന്നത്, ആ ഒരു മുട്ടിയ വീഡിയോ കിട്ടിയ ഉടനെ, ഫസ്റ്റിലത്തെ വീഡിയോയിൽ ഒന്നും കിട്ടില്ല, രണ്ടാമത്തെ വീഡിയോയിൽ മുട്ടിയ വീഡിയോ കിട്ടിയ ഉടനെ അവളുടെ മുഖത്തൊരു സന്തോഷമുണ്ട്. ഭയങ്കരമായിട്ട് എന്തോ ഒരു സംഭവം അച്ചീവ് ചെയ്തത് പോലത്തെ ഒരു സന്തോഷം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ഷിംജിതയുടെ തന്നെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോ നമുക്കിവിടെ കാണാം. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ, ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ്. ശരി, ഇത് വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ഒന്നല്ല കേട്ടോ, റീച്ചിന് വേണ്ടിയിട്ട് മാത്രമുള്ള വീഡിയോ ഒന്നും ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ, അല്ലേ? ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് മനഃപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. ഒരാള് മനഃപൂർവ്വം തട്ടിയ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് മനഃപൂർവ്വം അല്ല കേട്ടോ, ഇവൾ അങ്ങോട്ട് കയറി മനഃപൂർവ്വം തട്ടിച്ചൊരു വീഡിയോ. അതൊരു ആക്സിഡന്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂ, സെക്ഷൽ ബൗണ്ടറി വയലേഷൻ.
അതായത് കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ശരിക്കും ഇത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാൻ മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഒക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമില്ലേ, അതും കൊണ്ടാണ്. എന്താണെന്ന് വെച്ചാലേ, ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓൺ ആക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓൺ ആക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ചു നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത്. ഇത് കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. ഇതൊരു മെയിലിൻ്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ, അൺകറക്റ്റഡ് ബിഹേവിയറാണ്. സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം. അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലുമാണ്. അപ്പോൾ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. ഈ എക്സ്പ്ലനേഷൻ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നില്ലെന്നറിയോ, ശരിക്കും നിനക്കൊക്കെ ഉളുപ്പുണ്ടോ, നാണമുണ്ട്, മാനമുണ്ടോ? അതാ എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങോട്ട് കയറിയിട്ട് നീ എന്നെ മുട്ടിക്കുമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി നിന്നിട്ട് പറയാ ഇതൊരു മേജർ ഇഷ്യൂ ആണ്. എന്താ അയാൾക്ക് ഒരു കൺസെന്റ് ഉണ്ടോ? ഒരാളെ കൺസെന്റ് ഇല്ലാതെ എന്താ ഒരാളെ കൺസെന്റ് ഇല്ലാതെ തൊടാൻ പാടില്ല എന്നൊക്കെയോ? ആ ദീപകിന്റെ കയ്യിൽ നീ അങ്ങോട്ട് കയറി മുട്ടിക്കുകയല്ലേ ചെയ്യുന്നത്? അപ്പൊ അയാളുടെ കൺസെന്റോട് കൂടിയാണോ നീ അങ്ങോട്ട് പോയിട്ട് നെഞ്ചു വെച്ച് നിന്ന് കൊടുത്തത്? നീ എന്നെ മുട്ടിക്കുമെന്നും പറഞ്ഞിട്ട് അയാളുടെ കൺസെന്റോട് കൂടിയാണോ നീ അത് ചെയ്തേക്കുന്നത്? ഇങ്ങനെ ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് റീച്ചിന് വേണ്ടിയിട്ട് ഒരു തെറ്റും ചെയ്യാത്ത ഒരുത്തനെ കൊന്നിട്ടിട്ട് ഇത്രയും എക്സ്പ്ലനേഷൻ വീഡിയോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പുറത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോന്നാ എനിക്ക് ചോദിക്കേണ്ടത്. മെയിനായിട്ട് റീച്ചിന് വേണ്ടി അല്ലാട്ടോ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. അത് ആർക്ക് സംശയം തോന്നരുത്. ഈ ഷിംജിത റീച്ചിന് വേണ്ടിയിട്ട് വ്യൂസിന് വേണ്ടിയിട്ട് ഒന്നുമല്ല ഈ വീഡിയോ ചെയ്തേക്കുന്നത്. എന്താ അൺകറക്റ്റഡ് ബിഹേവിയറോ അങ്ങനെയൊക്കെയാണ് ആ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നിനക്കല്ലേ പ്രശ്നം? ഒരാളെ കാണുമ്പം എന്താ അയാൾ എന്നെ പിടിക്കാൻ വേണ്ടി വരുന്നത്, അയാൾ എന്നെ പിടിക്കാൻ വേണ്ടി വരുന്നത് എന്നുള്ള രീതിയിൽ നിന്ന് കൊടുത്തിട്ട് ഈ കാണുന്നവരൊക്കെ നിന്നെ പിടിക്കാൻ വരുന്നവരാണ് ചിന്തിക്കുന്നത്. ഈ ഒരു മനോഭാവമുള്ള നീയല്ലേ ശരിക്കും ഈ അൺകറക്റ്റഡ് ബിഹേവിയർ കാണിക്കുന്നത്? ചേട്ടാ, ഇന്നലെ ദീപകിൻ്റെ മരണം അറിഞ്ഞ് നിങ്ങൾ പോലീസിനെ വിളിക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയൊക്കെ ചെയ്തല്ലോ. പോലീസുകാരുടെ സമീപനം എങ്ങനെയായിരുന്നു? നമ്മൾ പോലീസുകാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേരായിരുന്നു സ്റ്റേഷനിലുണ്ടായിരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞങ്ങൾ വാങ്ങിയിട്ടില്ലായിരുന്നു. കാരണം ഇതിലൊരു നടപടി സ്വീകരിച്ചിട്ട് ആ കുട്ടീൻ്റെ പേര് FIR ഇട്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇതിൽ പിന്മാറുള്ളൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ പോലീസ് CI ആണ് അവിടെ ഉണ്ടായിരുന്നത്. CI നമ്മൾ SIനോട് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പരാതിപ്പെടാൻ വേണ്ടി വന്നതാണ്. ഇന്ന ആളെ പേരിൽ ഇങ്ങനെ കേസ് എടുക്കണം, കാരണം ആ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളും ഞങ്ങളുടെ സഹപ്രവർത്തകരും കൂടി ചെന്നതാണ്. അപ്പോൾ അവിടെ CI ഞങ്ങൾ പറയുന്നത് കൂടി കേൾക്കാൻ തയ്യാറാവാണ്ടേ അദ്ദേഹം ജീപ്പിൽ കയറുകയും, യൂണിഫോം അല്ല, അദ്ദേഹം ജീപ്പിൽ കയറുകയും ജീപ്പിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ചെന്ന സമയത്ത് അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ അത് അവർ ചെയ്തതല്ലേ, ഞാൻ കണ്ടു വീഡിയോ. അപ്പോൾ ഞാൻ സാറോട് ചോദിച്ചു, സാർ അതിൽ എന്താ സാറ് വീഡിയോ കണ്ടതെന്ന് ചോദിച്ചു. കാരണം ആ ഒരു ഡിസ്റ്റൻസിൽ അത്രയും ഡിഫറൻറ്റിലാണ് ആ പെൺകുട്ടി നിൽക്കുന്നത്. ആ പെൺകുട്ടി അങ്ങോട്ട് പോയിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ ഈ CI ഒരു നടപടിയില്ല, ഞങ്ങൾ നടപടി എടുക്കും എന്ന് മാത്രം പറഞ്ഞിട്ട് ഇവർ നമ്മളെ അവിടുന്ന് ആട്ടിപ്പായിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ഞങ്ങളത് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഈ ബോഡീനോട് നമ്മളൊരു അനാദരവ് കാണിക്കേണ്ടെന്ന് വിചാരിച്ചതിനെ കൊണ്ട് മാത്രം ആ ബോഡിയായിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പം ഞങ്ങൾ അവരോട് സംസാരിച്ചു, മാക്സിമം ഞങ്ങൾ പോലീസുകാരോട് സംസാരിച്ചു. അപ്പോൾ പോലീസുകാർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് തെറ്റുള്ള മാതിരിയാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. പിന്നെയാണ് ഞങ്ങൾ അതിൻ്റെ പിന്നിലുള്ള വശങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നത്. അദ്ദേഹം ആ പെൺകുട്ടി ഒരു ലീഗിൻ്റെ കാൻഡിഡേറ്റ് ആയിരുന്നു. അരീക്കോട് വെള്ളേരി പഞ്ചായത്തിലൊരു ലീഗിൻ്റെ കാൻഡിഡേറ്റാണ്, മെമ്പറാണെന്നുള്ളതൊക്കെ ഞങ്ങൾ പിന്നീടാണ് ആ കാര്യങ്ങൾ അറിയുന്നത്. ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് ഈ ദീപകിന്റെ ഫ്രണ്ട്സും ഫാമിലീസും എല്ലാരും കൂടെ ചേർന്നിട്ട് പോലീസിന് കംപ്ലൈന്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പോലീസുകാർ പറഞ്ഞത് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, അതുകൊണ്ടൊന്നല്ല, ഇതൊരു ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല എന്നൊക്കെ രീതിയിൽ അവർ കൈകടിയാ ചെയ്തത്. അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത് ഈ ഒരു പുള്ളിക്കാരി, അതായത് ഈ ഷിംജിത എന്ന് പറയുന്ന ഈ പെണ്ണ് ഏതോ ഗ്രാമപഞ്ചായത്ത് മെമ്പറോ അതേപോലെ തന്നെ ലീഗിന്റെ കാൻഡിഡേറ്റ് ഒക്കെ ആയിരുന്നുള്ള കാര്യം അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പൊ എന്തുകൊണ്ടായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ സപ്പോർട്ട് പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നുള്ള രീതിയിലാണ് ദീപകിന്റെ ഫ്രണ്ട്സ് പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് അവർ പുറത്ത് പറഞ്ഞേക്കുന്നത്.
എന്തായാലും ഇപ്പൊ ഷിംജിതേനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസുകാർ. ഏഷ്യാനെറ്റ് ന്യൂസുകാരും പിന്നെ ഏതൊക്കെ ന്യൂസ് ചാനലൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഷിംജിതേനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു പർദ്ദയൊക്കെ ഇട്ടിട്ടാണ് പുള്ളിക്കാരിനെ അറസ്റ്റ് ചെയ്തേക്കുന്നത്. അതിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത, കോഴിക്കോട് ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ ഷിംജിത മുസ്തഫ അറസ്റ്റിലായിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് ഇപ്പോൾ ഷിംജിതയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഷിംജിത ഒളിവിലായിരുന്നു. ഷിംജിതയുടെ റീൽ പ്രചരിച്ചതിന് ശേഷമാണ് മനോദുഃഖത്തിൽ ദീപക് ആത്മഹത്യ ചെയ്തത്. വലിയ രീതിയിലുള്ള രോഷമാണ് സംസ്ഥാനത്തെങ്ങും ഉണ്ടാക്കിയത്. ആളെ കിട്ടി അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ പുറത്ത് വന്നേക്കുന്നത്. അപ്പം എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ഇവള് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് മുഖം നല്ലപോലെ കാണിച്ചിട്ടാണല്ലോ വീഡിയോ എടുത്തേക്കുന്നത്. പിന്നെ ഇപ്പൊ ഈ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ബുർക്കയൊക്കെ ധരിച്ചിട്ട് മുഖത്തൊക്കെ കവർ ചെയ്തിട്ട് വീഡിയോ എടുക്കുന്ന എന്തിനാ? ഇപ്പൊ നിനക്ക് റീച്ച് ഒന്നും വേണ്ടേ? ആ സമയത്ത് അതായത് അയാളെ കൊല്ലാൻ വേണ്ടിട്ട് നീ കൊണ്ടുപോകുമ്പോ ഒരു വീഡിയോ എടുത്തായിരുന്നല്ലോ. ആ വീഡിയോയിൽ നിന്റെ മുഖം നല്ലപോലെ നീ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ നിനക്ക് ആൾക്കാർ നിന്നെ കാണണ്ടേ? നിനക്ക് റീച്ച് ഒന്നും വേണ്ടേ? ഈ ഒരു വീഡിയോ ആണ് ശരിക്കും റീച്ച് ആവേണ്ടത്. ഈ ഒരു വീഡിയോ നാട്ടുകാർ കണ്ടിട്ട് വേണം നിന്നെ വിലയിരുത്താൻ വേണ്ടിയിട്ട്. ആ മുഖംമൂടിയൊക്കെ ഒന്ന് അഴിച്ചു മാറ്റി എല്ലാരും ഒന്ന് കാണട്ടെ മുഖം. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും എന്നെ തോന്നുന്നത് നമ്മുടെ നാട് ഭയങ്കരമായിട്ട് അധപ്പതിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. അതായത് ഒരു പെണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തരുന്ന ഒരുപാട് നിയമങ്ങൾ ആ പെണ്ണ് തന്നെ മറ്റൊരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇതേപോലൊരു സംഭവം ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. ഒരു KSRTC ബസ് ചെയ്തിട്ട് ഒരു അപ്പാപ്പൻ അടുത്തിരുന്ന സമയത്ത് ആ അപ്പാപ്പൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പാപ്പനാണ് എന്തെന്നറിയില്ല, കാരണം ഫേസ് ബ്ലർ ആയതുകൊണ്ടും മനസ്സിലാവുന്നില്ല. ഷർട്ടൊക്കെ ഇട്ട് കാണുമ്പോൾ ശരിക്കും ഒരു വയസ്സായ ഒരാൾ അടുത്തിരിക്കുന്നത് പോലെ തോന്നുന്നേ. അപ്പം ആ പുള്ളിയും ഒന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യാതെയാണ് ഇവർ അങ്ങോട്ട് കയറിയിട്ട് വീഡിയോ എടുത്തിട്ട് എന്തോ അവരെന്തൊക്കെയോ ഈ അങ്ങനെ ചെയ്യുന്നു വയറിന് തട്ടുന്നൊക്കെ രീതിയിൽ. KSRTC ബസ്സിൽ സീറ്റ് അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് വേണം ഇരിക്കുക. ഇപ്പൊ നിനക്ക് അവിടെ എന്തെങ്കിലും ഡിസ്കംഫർട്ട് തോന്നുവാണെങ്കിൽ നീ എന്ത് ചെയ്യണം? അവിടെയുള്ള കണ്ടക്ടർ എടുത്തോ അടുത്തുള്ള ആളെടുത്തോ നീ സംസാരിക്കണം ഇതേപോലെ പുള്ളി ഇത് ചെയ്യുന്നുണ്ടെന്ന്. അല്ലാതെ വീഡിയോ എടുത്ത് വൈറലാക്കുകയല്ല ചെയ്യണം. അതിന് മുന്നേ ഈ വീഡിയോ എടുക്കുന്നതോ ഒക്കെ പ്രൂഫിന് വേണ്ടി വീഡിയോ എടുത്തോ ഇല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഒരു തവണ അടുത്തിരിക്കുന്ന ആളോടൊന്ന് സംസാരിക്കാം. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? എന്താ നിങ്ങൾക്ക് അമ്മയും പെങ്ങളൊന്നും ഇല്ലേ? അങ്ങനെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ. അല്ലാതെ അത് അയാൾ പോലും അറിയാണ്ട് ചുമ്മാ ഒരു വീഡിയോ എടുത്തിട്ട് വൈറലാവാന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കാൻ നിൽക്കരുത്. അത് നമ്മളെ മാത്രമല്ല അവരെയും ബാധിക്കും. അവര് ഒരു തെറ്റും ചെയ്യാത്ത അവരുടെ കുടുംബവും എല്ലാരും അതിൽ ഇൻക്ലൂഡഡ് ആണ്. എല്ലാവർക്കും അത് അനുഭവിക്കേണ്ടി വരും. ഇനി KSRTC ബസ്സിൽ എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങൾ ഞാൻ പറയാം. ഇപ്പോഴും നല്ല 2017 ഞാൻ തൃശ്ശൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ബസ് കയറി കണ്ണൂരേക്ക് വരുമായിരുന്നു. ഞങ്ങൾക്ക് 4 ലീവ് മാത്രമേ ഒരു മാസം അനുവദിച്ചു തരുള്ളൂ. അപ്പൊ എനിക്ക് അന്നത്തെ ദിവസം ഹാഫ് ഷിഫ്റ്റ് എടുത്തിട്ട്, അതായത് ഹാഫ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണി വരെ ഞങ്ങൾ വർക്ക് ചെയ്യണം. രാവിലെ 8 മണി തൊട്ട് 1 മണി വരെ വർക്ക് ചെയ്യണം. ഹാഫ് ഷിഫ്റ്റ് എടുത്തിട്ട് 1 മണിക്ക് ഞാൻ വർക്കും കഴിഞ്ഞ് ഫുഡും കഴിച്ചിട്ട് ഹോസ്റ്റലിൽ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് തൃശ്ശൂരിൽ നിന്ന് ബസ് കയറിയിട്ട് ഞാൻ KSRTC ബസ്സാണ് കയറിയത്. കണ്ണൂർ ബസ്, കോഴിക്കോട് ബസ് ഉണ്ടായിരുന്നു. ആ കോഴിക്കോട് ബസ് കയറിയിട്ട് കോഴിക്കോട് നിന്നാണ് ഞാൻ തലശ്ശേരിയിലോട്ട് ബസ് കയറി വരുന്നത്. പിന്നെ ഈ കോഴിക്കോട് ബസ് കയറിയ സമയത്ത് ഞാൻ ഇരിക്കുന്ന സീറ്റ് എങ്ങനെയാന്ന് വെച്ചാൽ ഡ്രൈവറിന്റെ 3ാമത് വരുന്ന സീറ്റ്, ലേഡി സീറ്റിൽ ആ വലിയ സീറ്റ് വരുന്നില്ല. KSRTC ബസ്സിന്റെ വലിയ സീറ്റിന്റെ 3ാമത് വരുന്ന റോളാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം ഞാൻ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് 2 റോ ഫില്ലായിരുന്നു. അതേപോലെ പിറകിലത്തെ സീറ്റിൽ ഒരു ലേഡിയും ഒരു ജെന്റ്സും ഇരിക്കുന്നുണ്ടായിരുന്നു. സോ നടുക്കത്തെ ഈ ഒരു സീറ്റ് മാത്രമേ കാലിയായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ആ സീറ്റിലോട്ട് കയറിയിരുന്ന് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ എന്റെ തൊട്ടടുത്തിരിക്കുന്ന, അതായത് ഇതിന്റെ വിൻഡോ സീറ്റിന്റെ അടുത്തുണ്ടായിരിക്കുന്ന ആ ലേഡി എഴുന്നേറ്റ് പോയപ്പോഴേക്കും ഞാൻ ആ വിൻഡോ സീറ്റിലോട്ട് കയറിയിരുന്നു. ആ വിൻഡോ സീറ്റിൽ കയറിയിരുന്നത് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എണീക്കുന്നത് വടകര എത്താറായപ്പോഴേക്ക്, വടകര എത്തുമ്പോഴേക്ക് ബസ് ഒന്ന് തിരിക്കും, ഒരു തിരിക്കാറുണ്ട്. ആ തിരിക്കുന്ന സമയത്ത് ആ ഒരു ഇതിലാണ് ഞാൻ ഞെട്ടി എഴുന്നേറ്റ സമയത്ത് ഒരാള് ബസ് അവിടെ നിർത്തി, വടകര സ്റ്റാൻഡിൽ നിർത്തിയപ്പോ തന്നെ ഒരാൾ ബസ്സിലോട്ട് കയറി വന്നത് ഫ്രണ്ട് സീറ്റ് വഴി, ഫ്രണ്ടിലത്തെ എൻട്രൻസ് വഴിയാണ് അയാൾ കയറി വരുന്നത്. ഫ്രണ്ട് എൻട്രൻസ് വരെ അയാൾ കയറി വന്നിട്ട് നേരെ എന്റെ അടുത്തോട്ടാ വന്നിരിക്കുന്നത്. പിറകിലൊക്കെ സീറ്റ് ഉണ്ട്, പക്ഷെ അയാൾ നേരെ എന്റെ അടുത്തോട്ടാ വന്നിരിക്കുന്നത്. ഞാൻ അതൊക്കെ വലിയ കാര്യമൊന്നും ആക്കില്ല. ഞാൻ എന്ത് ചെയ്ത് പിന്നെയും ഞാൻ അങ്ങോട്ടേക്ക് വിൻഡോ സൈഡിൽ നിന്ന് അങ്ങോട്ടേക്ക് തല ചെരിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കിടക്കും. അത് പോരാത്തതിന് എന്റെ മടിയിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു, ഒരു വലിയ ബാഗ്. ഞാൻ ഇങ്ങനെ മടിയിൽ ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കി ഇരിക്കുക ചെയ്യും. ആ സമയത്ത് ഈ പറയുന്നത് പോലെ വീഡിയോ എടുക്കുക, അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇടുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു, സാംസങ് ചാമ്പിന്റെ ഒരു ഫോൺ ഉണ്ടായിരുന്നു. ഇത് തന്നെ ടച്ച് ഫോൺ തന്നെയായിരുന്നു. വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുക. പക്ഷെ അങ്ങനെ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടണം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടണം അങ്ങനത്തെ ഒരു ഇതൊന്നും ആ ഒരു ടൈമിൽ, അത്രയും സോഷ്യൽ മീഡിയ അത്രയും ഇതായിട്ട് നിൽക്കുന്ന ഒരു ടൈമൊന്നല്ല. അത് എന്റെ ഒരു ഏരിയയിൽ, നമ്മുടെ ഈ തലശ്ശേരി അതേപോലെ എന്റെ ഒരു ഫ്രണ്ട്സിന്റെ ആ ഒരു ഫ്രണ്ട് സർക്കിളിലൊക്കെ അങ്ങനെ നമ്മൾ ആരും അങ്ങനെ വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുന്ന ഒരു കൂട്ടത്തിലൊന്നും ആയിരുന്നില്ല.
അതുകൊണ്ട് തന്നെ ഫോൺ എപ്പോഴും ബാഗിന്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങോട്ടേക്ക് വിൻഡോ സൈഡിൽ നോക്കിയിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇരിക്കുന്ന സമയത്ത് ഇയാൾ എന്റെ അടുത്തിരിക്കുന്നുണ്ട്. ബസ് എപ്പോഴും സ്റ്റാർട്ട് ആയിട്ടില്ല. ബസ് കുറച്ച് സമയം അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് നേരത്തെ ബസ് വന്നേന്ന് തോന്നുന്നു. എന്താണെന്നറിയില്ല, കുറച്ച് സമയം ബസ് അവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാം പക്ഷെ ഈ നടക്കുന്നതെല്ലാം ചെറിയ ചെറിയ സമയം കൊണ്ടാട്ടോ. ബസ് അവിടെ വരുന്ന്, ഇയാള് ബസ്സിലോട്ട് കയറി ഇരിക്കുന്നു, ഞാൻ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നു. പെട്ടെന്ന് ഞാൻ ഭയങ്കര ഉറക്കക്ഷീണമായതുകൊണ്ട് പിന്നെയും ഞാൻ കണ്ണടഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഞാൻ ഉറങ്ങുന്നില്ല. എന്തോ എനിക്ക് ഈ ഭാഗത്ത് എന്തോ ഒരു നിഴലടിക്കുന്നത് പോലെ, കൈ ഇങ്ങനെ ആക്കുന്ന ഒരു നിഴലടിക്കുന്നത് പോലെ ഫീൽ ചെയ്തപ്പോ ഞാൻ ഈ ഭാഗത്താ ഇരുന്നേക്കുന്ന അയാള്. ഈ ഭാഗത്ത് വിൻഡോ വരുന്നത്. ഈ ഭാഗത്ത് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പെട്ടെന്ന് അയാളുടെ സിബ് തുറന്നിട്ട് ഇത് പുറത്തോട്ടെടുത്ത് ഇങ്ങനെ കാണിച്ചു തരുന്ന പോലെ എനിക്ക്, ഇതാ നീ നോക്കിക്കോ എന്നുള്ള രീതിയിൽ എന്നെ ഒരുമാതിരി ഒരു ചിരി, എന്താ പറയാ, ഒരുമാതിരി ഒരു കാമത്തോടു കൂടെ നോക്കുന്ന ഒരു ചിരി ഉണ്ടായിരുന്നില്ലേ, ആ ചിരിയും മൊത്തത്തിൽ ഇപ്പൊ എങ്ങനെയാ പറയാ, ഒരെന്തോ ഒരു വൃത്തിയായിട്ടൊരു നോട്ടം, ഒരു ചിരിയായിരുന്നു പുള്ളി ആ സമയത്ത് കാണിച്ചു. സിബ് അഴിച്ച് പുറത്തെടുത്തിട്ടിട്ട് എന്നിട്ട് ആ സമയത്ത് ഇപ്പുറത്ത് ഞാനിരിക്കുക. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഭയങ്കര എന്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. എന്റെ ലൈഫിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്റെ ബാഗ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, എനിക്ക് ടെൻഷൻ ആവുന്നു, എന്റെ കൈ വിറക്കുന്നുണ്ട്, എന്റെ കൈയൊക്കെ തണുക്കുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് രണ്ടും കൽപ്പിച്ച് ഞാൻ ഞാൻ എഴുന്നേറ്റ്, ഒറ്റയടിക്ക് ഞാൻ എഴുന്നേറ്റ്, രണ്ടും കൽപ്പിച്ച് ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ കൈ അടിക്കാൻ വേണ്ടി ഇങ്ങനെ ഓങ്ങി ഇങ്ങനെ തൊട്ടപ്പോഴേക്ക് എനിക്ക് കൈ നല്ലപോലെ വിറക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതി ഞാൻ അയാളെ അടിച്ചപ്പോ തന്നെ പുറത്തപ്പുറത്തിരിക്കുന്നത്, അതായത് നമ്മുടെ ഇങ്ങനെ ഈ സീറ്റ് ഇങ്ങനെ വരുമ്പോ കയറുമ്പോ തന്നെ ഫ്രണ്ടിൽ 2 സീറ്റ് ഉണ്ടല്ലോ, സ്റ്റെപ്പ് കയറി വരുമ്പോ 2 സീറ്റ് ഉണ്ടല്ലോ, അതായത് ഇയാളെ തൊട്ടപ്പുറത്തിരിക്കുന്ന 2 പേര്, അവർ ഈ സംഭവം കണ്ട്, അവർക്ക് സംഭവം മനസ്സിലായി ഇയാൾ എന്താ ഈ കാണിക്കുന്നുള്ളത്. അപ്പൊ തന്നെ ഇയാള് സിബൊക്കെ ഇട്ട് സംഭവം ഉള്ളിലേക്ക് എടുത്തിട്ട് സിബൊക്കെ ഇട്ട്, നിനക്കൊന്നും അമ്മയും പെങ്ങന്മാരും ഇല്ലെന്ന് ഞാൻ സൗണ്ടിൽ ഒച്ച വെച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തൊട്ടിപ്പുറത്ത് പിറകിലിരിക്കുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഒരു ലേഡി ഒരു ജെൻസും ഉണ്ടായിരുന്നു, തൊട്ടപ്പുറത്ത് ഒരു ജെൻസും ഉണ്ടായിരുന്നു. അയാളൊക്കെ കണ്ടക്ടർ ഓടി വന്ന് എന്താണ് നിനക്ക് വേണ്ടതെന്നുള്ള രീതി ചോദിച്ച് അയാളെ അടിക്കുന്ന സമയത്ത് തന്നെ ഈ ഡോർ ഓപ്പണില്ല. ഇപ്പോഴാണ് മറ്റേ ഓട്ടോമാറ്റിക് ഡോറൊക്കെ വന്നേക്കുന്നത്. ആ സമയത്ത് നമ്മളിങ്ങനെ തുറന്നു പോകുന്ന ഡോറാ. അപ്പൊ ഇത് എല്ലാരും കയറി കഴിഞ്ഞ് കുറച്ച് സമയം നിർത്തിയത് മെയിൻ ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്തി കഴിഞ്ഞാൽ എല്ലാരും കയറി കുറച്ച് സമയം കഴിഞ്ഞാൽ മാത്രമേ, അതായത് ബസ് എടുക്കുമ്പോൾ മാത്രമേ അത് ക്ലോസ് ചെയ്യത്തുള്ളൂ. അതുവരെ ആ ഡോർ ഓപ്പണിൽ തന്നെയാണ് ഉണ്ടാവുക. അതായത് ബസ് എടുക്കുമ്പോൾ മാത്രമേ കണ്ടക്ടർ വന്നത് ക്ലോസ് ചെയ്യാൻ നിൽക്കുള്ളൂ. ആ സമയത്ത് ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ എല്ലാരും തട്ടി മാറ്റിയിട്ട് അങ്ങ് ഓടുക. അതിനപ്പുറം ഞാൻ വേറൊന്നും പറയാനോ സംസാരിക്കാൻ നിന്നിട്ടില്ല. കാരണം എനിക്ക് സൗണ്ട് ഇല്ല, എന്റെ കൈയൊക്കെ നല്ല തണുത്തിരിക്കുകയായിരുന്നു, എനിക്ക് ഒരുമാതിരി എന്താ ചെയ്യേണ്ടതെന്ന് പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആദ്യമായിട്ട് എന്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുന്നേ. ഇയാൾ ഓടുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, ശരി മോളെ നീ ഒന്ന് ശരി. അപ്പൊ എന്റെ കൂടെ ഇരിക്കുന്നവരൊക്കെ, അതായത് എന്റെ പിറകിലിരിക്കുന്ന ജെൻസ്, അത്രയും ജെൻസ് ഉണ്ടായിരുന്നു, അവരെല്ലാരും എന്റെ അടുത്ത് പറഞ്ഞു, മോളെ നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട, കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ എടുത്ത് കുടിക്ക്, വെള്ളം വേണമെങ്കിൽ മേടിത്തരാം എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ഡ്രൈവറൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ഡ്രൈവറൊക്കെ എന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. കണ്ടക്ടറാണ് ഫസ്റ്റ് അയാൾ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞ് പക്ഷെ എനിക്ക് അതിൽ ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും ജെൻസ് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം എന്റെ ഫ്രണ്ടിൽ എന്റെ ഈ സീറ്റിൽ വേറെ ആരുമില്ല. അയാൾ എഴുന്നേറ്റ് പോയപ്പോഴേക്ക് ഈ സീറ്റ് കാലിയാണ്. പിറകിൽ ഒരു ലേഡി ഇരിക്കുന്നുണ്ട്, ഫ്രണ്ടിൽ കുറച്ച് ലേഡീസ് ഇരിക്കുന്നുണ്ട്. അവർക്ക് എന്ത് ചെയ്തെന്ന് വെച്ചാൽ എന്നെ നോക്കുക. അതായത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ടൈമാണല്ലോ, ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. അപ്പൊ ഒരു 6:30-7 മണിയായി. ഞാൻ വടകര എത്താൻ വേണ്ടി ഒരു ടൈം ആയിട്ടുണ്ടാവും. കുറച്ച് ഇരുട്ടിയ ഒരു സമയം. അപ്പൊ ആ സമയത്ത് ഇവരൊക്കെ എന്നെ നോക്കുന്നത്, നീ എന്തിനാ ഒറ്റക്ക് ആ സീറ്റിൽ ഇരുന്നേന്നുള്ളൊരു നോട്ടമായിരുന്നു അവർക്ക്. ഒന്നാമത് ഞാൻ അപ്പോഴാണ് ഉറക്കം ഞെട്ടി എഴുന്നേക്കുന്നത്, അത് ഒന്നാമത്തെ കാര്യം. നീ ഒറ്റക്ക് ആ സീറ്റിൽ ഇരുന്ന് എന്തിനാന്നുള്ളൊരു നോട്ടം ഉണ്ടായിരുന്നു. ഈ സമയത്ത് നീ ഒറ്റക്ക് എന്തിനാ ട്രാവൽ ചെയ്യുന്നത്, ഒരു പെണ്ണ് എന്തിനാ ഒറ്റക്ക് ട്രാവൽ ചെയ്യുന്നത് എന്നുള്ളൊരു രീതിയിൽ ഒരുമാതിരി ഒരു നോട്ടായിരുന്നു ആ ലേഡീസ് മൊത്തം എന്നെ നോക്കിയത്. അതായത് ഒരു പെണ്ണ്, അതായത് എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് വരും, നീ അങ്ങനെ ട്രാവൽ ചെയ്തത് കൊണ്ടാണ് നിനക്ക് ഈ ഒരു അനുഭവം ഉണ്ടായെന്നുള്ള രീതിയിലാണ് അവരെല്ലാരും എന്നെ നോക്കിയത്. ഒരു സഹതാപത്തോടു കൂടിയൊന്നല്ല നോക്കിയത്. അല്ലെങ്കിൽ പാവം ആ പെണ്ണ് കണ്ടോ അയാൾ എന്താ കാണിച്ച് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കൊണ്ട് എന്നൊന്നല്ല അവരെന്നെ നോക്കി. അവര് നോക്കി ആ നോട്ടം ശരിക്കും ഒരുമാതിരി തുറപ്പിച്ചൊരു, എന്താ പറയാ, നീ ഒറ്റക്ക് ആ ട്രാവൽ ചെയ്തത് കൊണ്ടാണ് അത് അവിടെ സംഭവിച്ചത്, അങ്ങനെ ഒരു കാര്യം നടന്നേ എന്നുള്ള രീതിയിലാണ് എന്റെ ഫ്രണ്ടിലിരുന്ന എല്ലാ ലേഡീസും നോക്കിയത്. എന്റെ ലൈഫിലെ ആദ്യത്തെ അനുഭവം അത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സംഭവത്തോട് കൂടെ തന്നെ ഞാൻ പ്രതികരിക്കാൻ പഠിച്ചു. അതിനുശേഷം പിന്നെ ഞാൻ മിക്കപ്പോഴും യൂസ് ചെയ്യുന്ന, ഞാൻ ട്രാവൽ ചെയ്യാൻ വേണ്ടി എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയൊരു സംഭവം ഈ ഒരു
ഇത് തന്നെയാ, KSRTC ബസ് തന്നെയാ. പിന്നെ ട്രെയിനിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഈ പരശുരാമൊക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി ലേഡീസിന്റെ കമ്പാർട്ട്മെന്റ് കുറച്ച് വലുതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതേപോലെ വേറെ മാവേലിയൊക്കെ ട്രെയിൻ നമ്മൾ നോക്കുവാണെങ്കിൽ അതിന് ലേഡീസ് കമ്പാർട്ട്മെന്റ് ഇത്രയും ഉണ്ടാവുള്ളൂ, ഒരുപാട് ആൾക്കാരും ഉണ്ടാവും, നമുക്ക് ഇരിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം KSRTC ബസ് ആ സമയത്ത് ചൂസ് ചെയ്തത്. ആ സമയത്ത് എന്ന് വെച്ചാൽ പിന്നെ അതുമാത്രമല്ല റെയിൽവേ സ്റ്റേഷനിൽ പിന്നെയും എനിക്ക് ഓട്ടോ പിടിച്ച് വേണം പോകാം. അതേസമയം ഞാൻ ബസ് സ്റ്റാൻഡിലാണ് പോകുന്നതെങ്കിൽ ഈ ബസ് കയറി KSRTC ബസ് കയറി കഴിഞ്ഞാൽ KSRTC ബസ് ആ സമയത്ത് എന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് നിർത്തുമായിരുന്നു. എനിക്ക് ബസ് ഇറങ്ങിക്കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ എന്റെ വീട്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ KSRTC ബസ് ഞാൻ ചൂസ് ചെയ്തത് ഈ ലോങ് ട്രാവലൊക്കെ പോകുന്ന സമയത്ത്. അതേപോലെ തന്നെ എനിക്കുണ്ടായ വേറൊരു അനുഭവമായിരുന്നു, ഞാൻ പാലക്കാട് നിന്ന് വരുന്ന സമയത്ത് ഇതേപോലെ എന്റെ അടുത്ത് വന്നിരുന്ന്, അത്രയും സീറ്റ് അവിടെ ഒരുപാട് സീറ്റ് ഉണ്ട്. ഈ ഒരുപാട് സീറ്റ് വെച്ചിട്ട് അടുത്ത് വന്നിരിക്കുന്നവരെയാണ് ഞാൻ എപ്പോഴും നോട്ട് ചെയ്യാറ്. അല്ലാണ്ട് സീറ്റ് ഇല്ല മോളെ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഞാൻ ഇതുവരെ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. ആ സമയത്ത് ഞാൻ ആരുടെ ഇതുവരെ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ഈ ഒരു സംഭവം വരുന്നത്, അത്രയും സീറ്റ് ഉണ്ടായിട്ട് ഇയാൾ എന്റെ അടുത്ത് വന്നിരുന്നു. അപ്പൊ ഞാൻ പിറകിലോട്ടൊക്കെ നോക്കി, ഞാൻ പറഞ്ഞു ചേട്ടാ പിറകിലൊക്കെ സീറ്റ് ഉണ്ടല്ലോ. അപ്പൊ പറഞ്ഞു ഇല്ല എനിക്ക് ഈ സീറ്റ് തന്നെ ഇരിക്കണം, എന്താ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള രീതിയിൽ എന്നെ തിരിച്ച് സംസാരിച്ചു. അപ്പൊ ഞാൻ ചേട്ടൻ അങ്ങനെ സംസാരിക്കുന്നതെന്ന് നോക്കി ഞാനും തിരിച്ച് അങ്ങോട്ടേക്ക് സംസാരിച്ചു. അപ്പൊ എന്റെ കൂടെ വേറൊരു പെങ്കൊച്ചും കൂടി ഉണ്ടായിരുന്നു. അവൾ എന്റെ അടുത്ത് പറഞ്ഞു ചേച്ചി പ്രശ്നം ഉണ്ടാക്കല്ലേ. അതായത് ഞാൻ എല്ലാ കാര്യത്തിനും ഇങ്ങനെ പ്രതികരിക്കുന്ന ഒരു കൂട്ടത്തില്, എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഓട്ടോക്കാരെ ഒരുപാട് ഫെയർ എടുക്കുന്ന സമയത്ത് ഞാൻ അതിന് ബഹളം ഉണ്ടാക്കും. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനൊക്കെ പ്രതികരിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. അപ്പൊ ഈ പെണ്ണ് എന്റെ അടുത്ത് പറയാ ചേച്ചി ഇതുപോലെ ബഹളം ഉണ്ടാക്കല്, ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എല്ലാരും എന്തെങ്കിലുമൊക്കെ വിചാരിക്കുന്ന രീതി ശരി ഞാൻ മിണ്ടാണ്ടിരുന്നു, എനിക്ക് കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ കാണിക്കുന്ന രീതി ഞാൻ മിണ്ടാണ്ടിരുന്നു. പക്ഷെ അവിടെ അത്രയും സീറ്റ് ഉണ്ടായിട്ട് അയാൾ ഇവിടെ വന്നിരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അത് കഴിഞ്ഞ് ഓരോ ഇത് വരുന്ന സമയത്തും നമ്മളിങ്ങനെ സാധാരണ വന്ന് തട്ടുന്നത് ഓക്കെ, പക്ഷെ ഇയാൾ അങ്ങനെയല്ല. ഇയാൾ ഓരോ സമയത്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ വെച്ചൊരു മുട്ട, നമ്മൾ സാധാരണ ഇങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചിട്ടല്ലേ ഇരിക്കുന്നത്, അതായത് ഞാൻ ഇങ്ങനെ പിടിച്ചായിരിക്കാം, ആ സമയത്ത് ഇങ്ങനെ വന്നാ മുട്ടുന്നേ. പക്ഷെ ഈ കൈ അങ്ങനെ പോകുന്നില്ല. ഈ കൈ ഞാൻ ഈ ഭാഗത്താണ് ഇരിക്കുന്നത്, കയറി വരുന്നതിന്റെ ആ ഒരു ഇപ്പുറത്തെ ഭാഗത്ത്, അതായത് ഡ്രൈവർ സീറ്റിന്റെ ഓപ്പോസിറ്റ് ഫസ്റ്റ് ഒരു സീറ്റ് കണ്ടക്ടറുടെ സീറ്റ്, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അതിന്റെ ഇപ്പുറത്താണ് ഇയാൾ വന്നിരിക്കുന്നത്. അത് പക്ഷെ ലേഡീസ് സീറ്റ് അല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് എഴുന്നേറ്റ് പോകുന്നു പറയാനും പറ്റത്തില്ല. സീറ്റ് കാലി ഉണ്ടെങ്കിൽ തന്നെ എഴുന്നേറ്റ് ചേട്ടാ ഇത് ലേഡീസ് സീറ്റാന്ന് എനിക്ക് പറഞ്ഞ് എഴുന്നേറ്റ് പോകാനും പറ്റത്തില്ല. ലേഡീസിന്റെ സീറ്റ് ഒഴിവില്ലായിരുന്നു, ജെന്റ്സിന്റെ സീറ്റാണ് ഒഴിവുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്ത് ഇയാൾ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്ത് അവിടുന്ന് എഴുന്നേറ്റിട്ട് എനിക്ക് തോന്നി ഇത് പന്തിയില്ലാന്ന് തോന്നിയപ്പം അപ്പുറത്തെ സീറ്റിൽ ഒരു ലേഡിയുടെ സീറ്റ്, അതായത് മിഡിൽ ഒരു സീറ്റ് ഒഴിവുണ്ടായിരുന്നു. സാധാരണ എനിക്ക് ഇങ്ങനെ മിഡിൽ സീറ്റിൽ ഇരിക്കുന്ന ഇഷ്ടമല്ല, എന്നാലും ശരി ഓക്കെ ഞാൻ ആ മിഡിൽ ഇരിക്കാന്നുള്ള രീതിയിൽ ഞാൻ എഴുന്നേറ്റ് അങ്ങോട്ട് പോയപ്പോഴേക്ക് എന്റെ പിറകിൽ ഒരു തട്ട് കെട്ടി അയാള്. പിന്നെ ഞാൻ വെറുതെ ഇരുന്നില്ല, കാരണം ഇത്രയും കാര്യങ്ങൾക്ക് പ്രതികരിക്കുന്ന ഞാൻ ഇതിന്റെ പേരിൽ മിണ്ടാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ അപ്പൊ തന്നെ സൗണ്ട് ഉണ്ടാക്കി, ഞാൻ ബഹളം ഉണ്ടാക്കി, നിനക്കൊക്കെ എന്തിന്റെ കേടാന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചപ്പോ തന്നെ അവിടുത്തെ കണ്ടക്ടർ ഓടി വന്ന് എന്റെ മോളെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് വണ്ടി അവിടെ നിർത്തി. വണ്ടി നിർത്തിയതും ഇയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി. വണ്ടി നിർത്തിയ സമയത്ത്, കാരണം നിങ്ങൾ അന്നത്തെ രീതിയിൽ വെച്ചാൽ ഓട്ടോമാറ്റിക് ഡോർ അല്ല, ഓപ്പൺ ചെയ്ത് പോവാവുന്ന ഡോറാ. എല്ലാരും പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ വിടാൻ വേണ്ടി എല്ലാരും പറഞ്ഞു. പക്ഷെ വണ്ടി നിർത്തിയ സമയത്ത് കണ്ടക്ടർ ഓടി വന്നപ്പോ തന്നെ ഇയാൾ എഴുന്നേറ്റ് ഓടി. ഇതേപോലെ എനിക്ക് 2 അനുഭവം എന്നല്ല ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതില് ഒരുപാട് കാര്യങ്ങളൊന്നും ഞാനധികം പ്രതികരിക്കാതെ, അത് ബഹളത്തിൽ പ്രതികരിക്കില്ല, ചേട്ടാ ഒന്ന് മാറി നിൽക്കുന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ചേട്ടാ ഇതുപോലത്തെ പരിപാടി എന്റെ അടുത്ത് കാണിക്കുന്ന രീതിയിൽ സംസാരിച്ച് ഞാനത് ഒഴിവാക്കാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ബഹളം വെക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇതാക്കിയ ഒരു കാര്യങ്ങളാണ്. ഈ ചെറുതായിട്ട് വന്ന് തട്ടുന്നത് പോലെയല്ല, ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരുപാട് സംഭവങ്ങള്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. ഇതിന്റെ പേരിൽ എന്റെ കൂടെ ട്രാവൽ ചെയ്യാൻ മടിച്ച ഒരുപാട് ലേഡീസ് ഉണ്ട്, എന്റെ ഫ്രണ്ട്സ് ലിസ്റ്റ് തന്നെ ഒരുപാട് പേരുണ്ട്. നിന്റെ കൂടെ വന്നാൽ ശരിയാവൂല, എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ വരുമ്പോഴേക്ക് നീ ബഹളം വെക്കും. ഞാൻ ചെറിയ കാര്യം വരുമ്പോൾ ബഹളം വെക്കുകയല്ല ചെയ്തത്, ഇതുപോലത്തെ സംഭവങ്ങൾ കാണുമ്പോൾ മാത്രമേ ഞാൻ ബഹളം വെക്കാറുള്ളൂ. ഇതൊക്കെ നടക്കുന്നത് കൊണ്ട് എല്ലാരും മോശപ്പെട്ട ആൾക്കാരെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇതേപോലെ തന്നെ എനിക്ക് വേറെ അനുഭവം ഉണ്ടായിരുന്നു. അതായത് ഒരു പുള്ളി വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, മോളെ ഞാൻ നിന്റെ അടുത്ത് വന്ന് അതായത് സീറ്റൊന്നും അവിടെ കാലിയില്ല. ആ പുള്ളി എന്റെ അടുത്ത് വന്നിട്ട് മാന്യമായിട്ട് ചോദിച്ചു, കണ്ട ഒരു 40-45 വയസ്സായിരിക്കുന്ന ഒരാൾ വന്നിട്ട് ചോദിച്ചു, മോളെ ഞാൻ അവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഇരുന്നോ ചേട്ടാ, അതായത് 3 സീറ്റ് ഒഴിവുണ്ട്, KSRTC ബസ് തന്നെ 3 സീറ്റ് ഒഴിവുണ്ട്. ഞാൻ പറഞ്ഞു ഇരുന്നോന്ന് പറഞ്ഞു. ആ പുള്ളി ഇരുന്നത് അങ്ങോട്ട് ചേർന്ന്, അതായത് ആ എൻഡിൽ ഇങ്ങനെ ഒരു പിടി ഉണ്ടായിരുന്നു, ആ പിടിയോട് ചേർന്നിട്ട് കമ്പി ഇങ്ങനെ പിടിച്ചിട്ട് അയാൾ നോർമൽ ആയിട്ടായിരുന്നു. അയാളുടെ സ്റ്റോപ്പ് വന്നപ്പോഴേക്ക് എഴുന്നേറ്റ് പോയി, ഞാൻ എന്റെ സ്റ്റോപ്പ് വന്നപ്പോഴേക്ക് എഴുന്നേറ്റ് പോയി. ഇങ്ങനെ നടക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇതല്ലാതെ വേറൊരു സംഭവം കൂടെ എന്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. അതായത് ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന വഴിക്ക് അന്ന് എനിക്ക് ട്രെയിൻ ഇല്ലായിരുന്നു. ഒരു ടൈം കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ KSRTC ബസ് എന്നല്ല ബസ്സിൽ ട്രാവൽ ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് മാക്സിമം ഞാൻ ട്രെയിനിൽ ട്രാവൽ ചെയ്ത് തുടങ്ങി. അതായത് അപ്പോഴാണ് എനിക്ക് ട്രെയിനിന്റെ ഒരുപാട് കാര്യങ്ങൾ ഷെഡ്യൂളും, അതായത് വേരിയസ് മൈ
വേർ ഈസ് മൈ ട്രെയിൻ ആപ്പ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം, അത് ഫോൺ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ KSRTC ബസ് മാക്സിമം ഒഴിവാക്കിയിട്ട്, അത് ബസ്സിലുള്ള ട്രാവൽ ഒഴിവാക്കിയിട്ട് ട്രെയിനിൽ ട്രാവൽ കുറച്ചും കൂടി ഇതാക്കാൻ കംഫർട്ടബിൾ ആയിട്ട് ഞാൻ പോകാൻ തുടങ്ങി. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ദിവസം എനിക്ക് ട്രെയിൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, കണ്ണൂരിൽ നിന്ന് കോയമ്പത്തൂരേക്ക്, കണ്ണൂരിൽ നിന്നല്ല തലശ്ശേരിയിൽ നിന്ന് ഞാൻ കോയമ്പത്തൂരേക്ക് വരുമായിരുന്നു. കോയമ്പത്തൂർ വരുന്ന സമയത്ത് പാലക്കാട് എത്തിയ സമയത്ത് പാലക്കാടേക്ക് ഒരു വളവ് തിരിയും. അപ്പൊ ഞാൻ ഉറങ്ങുമായിരുന്നു. ഞാൻ ഉറങ്ങുന്ന സമയത്ത് പാലക്കാടേക്ക് ബസ് ഇങ്ങനെ വളഞ്ഞിട്ടാണ് കയറുന്നത്. ആ കയറിയ സമയത്ത് എന്റെ തൊട്ടിപ്പത്തൊരു ജെൻസ് ഇരിക്കുന്നുണ്ട്. അയാൾ വന്നിരുന്നതൊന്നും ഞാൻ അറിയില്ല. ജെൻസ് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ ബസ് ഇങ്ങനെ തിരിഞ്ഞ സമയത്ത് ഞാനൊന്ന് ഉറക്കത്തിൽ ഞെട്ടിയ കൂടെ തന്നെ ഞാനിങ്ങനെ ഊർന്ന് അയാളുടെ അടുത്തോട്ട് പോയി. അതായത് ഭയങ്കരമായിട്ട് ഊർന്ന് അയാളുടെ അടുത്തോട്ട് പോയ സമയത്ത് അയാൾ ഇങ്ങനെ പോയി, ഞാൻ അങ്ങോട്ട് ഇതായിപ്പോയി. അതായത് ഉറക്കത്തിൽ ഞെട്ടി ഉടനെയാണല്ലോ ഈ വണ്ടി ഇങ്ങനെ തിരിച്ചു പോകുന്നത്. ആ സമയത്ത് ഞാൻ സോറി പറഞ്ഞപ്പോ തന്നെ അയാള് ഇല്ല കുഴപ്പമില്ല മോളെ എന്നുള്ള രീതി സംസാരിച്ചു. അതായത് ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. എല്ലാ ആണുങ്ങളും മോശമാണെന്നല്ല പറയുന്നേ, ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അതേപോലെ തന്നെ ഞരമ്പനായിട്ടുള്ള ഒരുപാട് ആൾക്കാരും ഉണ്ട്. ഇതേപോലെ പെണ്ണുങ്ങളെ കാണുമ്പോഴാണെങ്കിലും ചെറിയ പിള്ളേരെ കണ്ടാൽ പോലും KSRTC ബസ്സോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് അങ്ങനത്തെ ഒന്നും നോക്കാണ്ട് ഇതേപോലെ വൃത്തികേട് കാണിക്കുന്ന ഒരുപാട് ഞരമ്പന്മാരായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. എന്ന് വെച്ച് എന്റെ അടുത്ത് ഈ ഒരു 2 പേരോ 3 പേരോ ഇത്ര മോശമായിട്ട് ബിഹേവ് ചെയ്തു എന്നും പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിലെ ആൾക്കാരോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആൾക്കാർ മൊത്തവും വൃത്തികെട്ടവന്മാരാന്നല്ല ഞാൻ പറഞ്ഞു വരുന്നേ. ഈ ഒരു 2 പേര് കാണിക്കുന്നത് പോലെ കുറച്ച് ആൾക്കാരുണ്ട്. അതേപോലത്തെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണെന്ന് വെച്ചാൽ ഇവള് ഇങ്ങനെയാണല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. ഇതേപോലത്തെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ഈ ഷിംജിത എന്ന് പറയുന്ന ഈ ഒരു ലേഡി. ഷിംജിതയുടെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തെറ്റ് ചെയ്യുന്നവരെ മുൻപോട്ട് കൊണ്ടുവരണം, ശരി തന്നെയാ. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവത്തിനെ ഉപദ്രവിച്ചിട്ടല്ല ഇതൊന്നും മുൻപിലോട്ട് കൊണ്ടുവരണ്ടേ. ഷിംജിത ശരിക്കും ഒരു ഫെമിനിസ്റ്റോ അല്ലെങ്കിൽ ലേഡീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിച്ചൊരു വീഡിയോ അല്ലാന്ന് കോമൺ സെൻസ് ഉള്ള ആർക്കാണേലും മനസ്സിലാവും. വെറും റീച്ചിന് വേണ്ടിയിട്ടാണ് ഇത്രയും തെമ്മാടിത്തരം കാണിച്ചിട്ട് അവളിപ്പോ ഒളിവിൽ പോയേക്കുന്നത്, പോലീസിന്റെ പിടിയിലിരിക്കുന്നത്. അത് മാത്രല്ല, പോസ്റ്റിന്റെ താഴെ എഴുതി വെച്ചിരിക്കുന്നത് ഇതിനു മുന്നേ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹയാത്രിക്ക് എന്തോ അനുഭവം ഉണ്ടായിരുന്നല്ലേ. അങ്ങനെയാണെങ്കിൽ ആ അനുഭവം ഉണ്ടായിരുന്ന ആ ലേഡി എന്തിയെ? ഇതുവരെ എന്തുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഷിംജിതനെ ഇത്രയും ആൾക്കാർ കൂടെ ഇരുന്നിട്ട് ആക്രമിക്കുന്ന സമയത്താണേലും ഇത്രയും ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു ലേഡി പുറത്തു വരണ്ടേ? പുറത്തു വന്നിട്ട് പറയണ്ടേ ഇതേപോലെ എനിക്കായിരുന്നു ആ ഒരു അനുഭവം ഉണ്ടായിരുന്നത്, എന്നെയാണ് ആ ദീപക് ഇങ്ങനെ ഉപദ്രവിച്ചെന്നുള്ള കാര്യം പറയണ്ടേ? അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഒരു ലേഡി ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല. അത് മാത്രല്ല, പകരം എന്തോ ദീപക് സഹായിച്ചൊരു ലേഡിയാണ് പുറത്ത് വന്നിട്ട് ഇതേപോലെ പറഞ്ഞേക്കുന്നത്. പുള്ളി ഒരു പാവം മനുഷ്യനാണ്, ഇതേപോലെ ഞാൻ ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് പീരിയഡ്സ് ആയ സമയത്ത് പുള്ളി എന്റെ അടുത്ത് ഇരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ ആ ഒരു ലേഡി ദീപകിനെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചേക്കുന്നത്. ഇത്രയും നല്ല ഒരു മനുഷ്യനെയാണ് ഒരു കാര്യമില്ലാണ്ട് വെറും റീച്ചിന് വേണ്ടിയിട്ട് ഷിംജിത ഒരു കാര്യമില്ലാണ്ട് നാട്ടുകാർക്ക് സമൂഹത്തിന് ഇട്ട് കൊടുക്കുന്നതെന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് അയാളെ അപമാനിച്ച് അയാളുടെ വീട്ടുകാരെ അപമാനിച്ചിട്ട് ഇപ്പൊ ഈ ഒരു കൊല ചെയ്തിരിക്കുന്നത് തന്നെ പറയാം. കാരണം പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്തതാണ്. ആത്മഹത്യ ചെയ്തത് ഈ ഒരു കാര്യത്തിൽ മനം നൊന്നിട്ടായിരിക്കുമല്ലോ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുന്നത്. എന്തുകൊണ്ടാണേലും ഷിംജിത അയാളെ കൊന്നെന്ന് മാത്രമേ അതിന് പറയാൻ പറ്റത്തുള്ളൂ. ഇതേപോലെ ഇതിനിടയിൽ ഫെമിനിസം കാണിച്ചിട്ട് കുറച്ചുപേർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ശ്രീലക്ഷ്മി അറക്കലും പിന്നെ അതേപോലെ ആർ ജെ അഞ്ജലിയുടെ ഒക്കെ വോയിസിന് എത്ര പേര് ബഹുമാനിക്കുന്നുണ്ട്. ഞാനൊക്കെ ആ കൂട്ടത്തിലാണ്. പുള്ളിക്കാരിയുടെ വോയിസിനൊക്കെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ചെറിയ ട്രോളും കാര്യങ്ങളൊക്കെ ആർ ജെ അഞ്ജലിക്ക് വന്നിട്ടുണ്ട്. അതായത് മറ്റേ ഇത് മെഹന്തി ഇടുന്നതിന്റെ പേരിലൊക്കെ ശരിയൊക്കെ അതൊക്കെ ഒരു ഫണ്ണായിട്ട് എടുക്കാം. പക്ഷെ ഇപ്പൊ ഈ കാണിച്ചത് ഈ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഇത്രയും സീരിയസ് ഇഷ്യൂനൊന്നും ഒരിക്കലും ഷിംജിതനെ സപ്പോർട്ട് ചെയ്തിട്ട് ഫെമിനിസം എന്ന് പറഞ്ഞ് പുറത്തോട്ട് വരരുത്. ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിലെ ഞാൻ ഒരുപാട് കേട്ടുള്ള ഒരു വേർഡാണ് ഈ ഫെമിനിസം. അതായത് ഈ 18-19 വയസ്സാകുമ്പോഴൊക്കെ എന്നോടും കുറെ പേര് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഫെമിനിസ്റ്റ് ആണോ എന്നുള്ള രീതിയിൽ. ഫെമിനിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ അടിച്ച് അമർത്തപ്പെട്ട കുറച്ച് പെൺപിള്ളേരൊക്കെ ലേഡീസ് ഒക്കെ ഉണ്ടാവില്ല. നമ്മുടെ അമ്മമാര് പുറത്ത് ജോലിക്ക് പോകാൻ പറ്റാത്ത, ജോലിക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടും പുറത്ത് ജോലിക്ക് പോകാൻ പറ്റാത്ത അമ്മമാര്, പിന്നെ അതേപോലെ തന്നെ അമ്മായിയമ്മമാരുടെ കീഴിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവര്, പിന്നെ പെൺമക്കളിൽ തന്നെയുണ്ട് ഒരുപാട് ഫെമിനിസം കാണിക്കേണ്ടി വരുന്ന ഒരുപാട് സിറ്റുവേഷൻ. അതായത് ഒരാണും ഒരു പെണ്ണും ഉണ്ടെങ്കിൽ ചില വീട്ടുകാര് ആണുങ്ങളെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുത്ത് വളർത്തുന്നത്. അതായത് ഒരു വീട്ടിൽ ഒരു ആൺകൊച്ചും, അതായത് ഒരു അച്ഛനും അമ്മക്കും ഒരു ആൺകൊച്ചും ഒരു പെൺകൊച്ചും ആണെങ്കിൽ ചില വീടുകളിൽ, ഇത് എനിക്കറിയുന്ന കുറച്ച് ആൾക്കാരുടെ അനുഭവങ്ങൾ, അത് ചില വീടുകളിൽ അവർ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആൺമക്കൾക്ക് ഭയങ്കരമായിട്ട് ഫുഡ് കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ പെൺമക്കളെ അധികം കെയർ ചെയ്യത്തില്ല. ആൺമക്കൾ കഴിച്ചതിന് ശേഷം മാത്രം പെൺമക്കൾ കഴിച്ചാൽ മതി. പിന്നെ അതേപോലെ തന്നെ അവരെന്തെങ്കിലും ചോദിച്ചാൽ അവരുടെ മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ നാളെ അവര് വേറൊരു വീട്ടിൽ പോവേണ്ടതാ. ഈ പെൺമക്കൾ നാളെ ഒരു വേറൊരു വീട്ടിൽ പോവേണ്ടതാ. അതുകൊണ്ട് അവർക്ക് അത്രയും മതി.
പക്ഷെ ഈ ആൺമക്കൾ അങ്ങനെയല്ല, ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ടവരാണ്. അതുകൊണ്ട് അവർക്കാണ് എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത്. അതായത് ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ആൺമക്കൾ പുറത്തു പോകുന്നു, പെൺമക്കൾ പുറത്തു പോകരുത്, അവരെ പിടിച്ച് വീട്ടിൽ അടച്ചിരുത്തിക്കണം എന്നൊക്കെ കാണിക്കുന്നിടത്താണ് ശരിക്കും ഫെമിനിസം കാണിക്കേണ്ടത്. അല്ലാതെ ഒരു പാവപ്പെട്ടവനെ കൊന്നിട്ട് അതിന് എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരുന്ന ഒരുത്തിയെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഫെമിനിസം പുറത്തെടുക്കേണ്ടത്. എക്സാമ്പിളിന് എന്റെ ഫാമിലിയൊക്കെ നോക്കുവാണെങ്കിൽ, ഈ ഫെമിനിസത്തിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ, എന്റെ ഫാമിലിയൊക്കെ നോക്കുവാണെങ്കിൽ ഒരുപാട് ആണുങ്ങളും കുറച്ച് പെണ്ണുങ്ങളും ഉള്ള ഫാമിലി ഉണ്ടത്. അതില് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ അതായത് ലേഡീസ് ഒരിക്കലും നമുക്ക് പുറത്തിറങ്ങി ആൾക്കാരടുത്ത് സംസാരിക്കാനോ, ഞാൻ കണ്ടതിൽ ചെറുപ്പത്തിൽ ആൾക്കാരടുത്ത് സംസാരിക്കാനോ, പിന്നെ അതേപോലെ തന്നെ അവര് കഴിച്ചിട്ട് ജെൻസ് ജോലിക്ക് പോയിട്ട് വരുന്നത് ചിലപ്പോൾ രാത്രി 10 മണിക്കോ 9 മണിക്കോ ആയിരിക്കും. അവര് ജോലിക്ക് പോയിട്ട് വന്നിട്ട് ഇവൻ എന്റെ വീട്ടിലെ ആരാണേലും, അച്ഛനാണേലും അല്ലെങ്കിൽ അച്ഛന്റെ ചേട്ടന്മാരാണേലും ആരാണേലും, അവര് വന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കഴിക്കാനുള്ള അനുമതിയുള്ളൂ. അവർ അനുവാദം തരണം, നിങ്ങൾ കഴിച്ചെന്നുള്ള രീതി പറഞ്ഞാൽ മാത്രം നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള അനുവാദമുള്ളൂ. ഇനി അവർ കഴിച്ചിട്ട് ഇപ്പൊ നമ്മളിപ്പോ പൊരിച്ച മീനൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും, മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു വിചാരിക്കും, അവർക്ക് അവിടെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് മൊത്തം തീർത്ത് കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ് എന്തെങ്കിലും കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ കാണിക്കുന്നിടത്ത് നമ്മൾ ഫെമിനിസം കാണിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ജോലിക്ക് വീട്ടിൽ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. നമ്മുടെ വീട്ടിലൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു, എന്നാൽ പോലും ലേഡീസ് വീട്ടിന്റെ പുറത്തിറങ്ങി ജോലിക്ക് പോകാൻ പാടില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ കാണിക്കുന്നിടത്ത് നമ്മൾ ഫെമിനിസം കാണിക്കേണ്ടത്. ഇവിടൊക്കെയാണ് നമ്മുടെ ഫെമിനിസം വിജയിപ്പിക്കേണ്ടത്. അല്ലാണ്ട് ഒന്നിനും കൊള്ളാത്ത ഇതുപോലത്തെ ചീപ്പ് കാര്യങ്ങൾക്കല്ല നിങ്ങൾ ഫെമിനിസം എന്നും പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ സൈബർ ബുള്ളിങ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീലക്ഷ്മി അറക്കലൊക്കെ ഇരുന്ന് ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യത്തിലല്ല നിങ്ങൾ ഇതൊന്ന് പുറത്ത് കാണിക്കേണ്ടത്. ഇനി നമ്മൾ അനുഭവിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ഒരു ഷിംജിത കാരണം നമ്മൾ ഇനിയിപ്പോ പബ്ലിക് പ്ലേസിൽ പോയിട്ട് നമ്മുടെ എന്തെങ്കിലും പേഴ്സണൽ ആവശ്യത്തിന് ഒരു ഫോൺ എടുത്ത് ഒരു വീഡിയോ എടുത്താ നാട്ടുകാര് കളിയാക്കോ? ഉറപ്പായിട്ടും കളിയാക്കും. നമ്മുടെ വീഡിയോ നമ്മൾ ഈ ഫോൺ എടുക്കുമ്പോൾ തന്നെ അവര് പറയാൻ പോകുന്നത് എന്തായിരിക്കും, എന്താ നോക്കടാ അവള് വീഡിയോ എടുക്കുന്നത് അടുത്ത് റീച്ച് ആകാൻ വേണ്ടിയിട്ടാണ് എന്നേ പറയുള്ളൂ. അതേപോലെ ഇനി ഒരു ഇഷ്യൂ വന്നിട്ട് എന്തെങ്കിലും നമ്മുടെ KSRTC ബസ്സിലാണേലും അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ട്രെയിനിൽ പോകുമ്പോൾ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ മാത്രം മാക്സിമം ഞാൻ ട്രാവൽ ചെയ്യാൻ നോക്കാറുള്ളൂ. ആണുങ്ങൾ മോശമെന്നല്ല ഞാൻ പറഞ്ഞു. 10% പറ്റിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അതായത് ഈ ദീപക് എന്ന് പറയുന്ന പാവം ഈ 90% വരുന്നത്, ഈ ബാലൻസ് ഉള്ള ഈ 10% കുറിച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ളവരുടെ കൂടെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ദുരനുഭവം വരുന്ന സമയത്ത് ഈ ഒരു വീഡിയോ നമ്മൾ എന്തെങ്കിലും പ്രൂഫിന് വേണ്ടി, ഈ പറഞ്ഞ കോടതി പ്രൂഫൊന്നും ചോദിക്കാൻ പോകുന്നില്ല, എന്നാലും എന്തെങ്കിലും ഒരു പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ എടുക്കുവാണെങ്കിൽ പോലും നാട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. നീ റീച്ചിന് വേണ്ടി കാണിക്കുന്നതല്ലേ എന്നുള്ള രീതിയിൽ മാത്രമല്ലേ നമ്മൾ സംസാരിക്കുള്ളൂ. ആ ഒരു കണ്ണിൽ മാത്രമല്ലേ ഇനി നമ്മളെ കാണാൻ പോകുന്നുള്ളൂ. ഇനി എന്താണേലും നമ്മൾ ഏത് രീതിയിൽ, ഇനി എത്ര നല്ല കാര്യം നമ്മൾ ചെയ്താലും എല്ലാവരും പറയാൻ പോകുന്നത് നീ റീച്ചിന് വേണ്ടി മാത്രം എടുക്കുന്നതാണ് ഈ വീഡിയോ, അല്ലെങ്കിൽ നീ റീച്ചിന് വേണ്ടി കാണിക്കുന്നതല്ലേ, നീ റീച്ചിന് വേണ്ടി മറ്റൊരാളുടെ ജീവിതം എന്തിനാ നശിപ്പിക്കുന്നത്. അയാൾ ചിലപ്പോൾ അത്രയും മോശം കാണിച്ചാലും ഇനി നമ്മളെ മാത്രമേ എല്ലാവരും കുറ്റപ്പെടുത്താൻ പോകുന്നുള്ളൂ, ലേഡീസിനെ മാത്രമേ ഇനി കുറ്റപ്പെടുത്താൻ പോകുന്നുള്ളൂ. ട്രോളും കാര്യങ്ങളൊക്കെ നല്ലത് തന്നെ, പക്ഷെങ്കിൽ ഈ ഒരു സംഭവം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത്. ഞാനെന്നല്ല, ഒരുവിധം എല്ലാ ലേഡീസും ഈ ഒരു സിറ്റുവേഷനിൽ ചിന്തിക്കുന്നത് ഇത് തന്നെയായിരിക്കും. ഈ ഒരു ഷിംജിത കാരണം നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്, ഇനി അങ്ങോട്ട് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും ഇത്. അതായത് ഈ പറയുന്ന സംഭവം ട്രോളാണെങ്കിലും ഇനി നമ്മളൊരു ഫോൺ എടുത്ത് ചുമ്മാ ഒന്ന് ഫോൺ എടുത്താൽ പോലും ആൾക്കാർ നമ്മളെ കളിയാക്കും. മാക്സിമം ഷിംജിതക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളും സ്പ്രെഡ് ചെയ്തിട്ട് ദീപകിന്റെ ആത്മാവിന് ശാന്തി മേടിച്ചു കൊടുക്കണം. അതായത് ദീപകിന് നീതി മേടിച്ചു കൊടുക്കണം. ദീപക് ഒരു തെറ്റും ചെയ്യാതെയാണ് ഇപ്പൊ ഈ ഒരു ആത്മഹത്യ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മുടെ കേരളം മൊത്തമായിട്ട് എല്ലാരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ദീപകിന് വേണ്ടിയിട്ട് നീതി മേടിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്.